സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വരുമാന കണക്കുകൾ പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. 2001 സ്വർണത്തിൻ്റെ വില ഗ്രാമിന് 500 രൂപയായിരുന്നു. അതനുസരിച്ച് 150 ടൺ സ്വർണം കേരളത്തിൽ വിറ്റഴിച്ചാൽ മൊത്തം വാർഷിക വിറ്റുവരവ് 7500 കോടി രൂപയാണ്. 1% അന്ന് KGST. 1% KGST അനുസരിച്ച് 7500 കോടി രൂപയ്ക്ക് 75 കോടി രൂപയുടെ നികുതി വരുമാനമാണ് സ്വർണ്ണ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 2005 വാറ്റ് സമ്പ്രദായം വന്നു. വാറ്റ് സമ്പ്രദായം വരുമ്പോൾ 5% നികുതി ചുമത്തിയിട്ടും 125% കോമ്പൗണ്ട് ചെയ്യണമെന്നുള്ള വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ 98% സ്വർണ്ണ വ്യാപാരികളും അന്ന് GST ഉദ്യോഗസ്ഥരുടെ പീഡനത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി കോമ്പൗണ്ടിങ് ഓപ്ഷൻ സ്വീകരിക്കുകയും വിൽക്കാത്ത സ്വർണത്തിന് ഉൾപ്പെടെ നികുതി നൽകുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വന്നത്. 2017 GST നിലവിൽ വരുമ്പോൾ 20,000 രൂപയായിരുന്നു സ്വർണത്തിൻ്റെ വില. വിൽക്കുന്ന സ്വർണത്തിന് നികുതി അടച്ചാൽ മതി എന്നുള്ള നിബന്ധനയുമുണ്ട്. അതനുസരിച്ച് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1 ലക്ഷം കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ വാർഷിക വിറ്റ് വരുന്നത്. അതനുസരിച്ചുള്ള ആനുപാതികമായ നികുതി സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 2022 ശേഷം വിവരാവകാശ നിയമം അനുസരിച്ച് നമ്മൾ ചോദിച്ചിട്ടുള്ള അസോസിയേഷൻ ചോദിച്ചിട്ടുള്ള രേഖയ്ക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. സ്വർണത്തിനും മാത്രമായി പ്രത്യേകം നികുതി വരുമാനം രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ കമ്മോഡിറ്റി വൈസ് നികുതി വരുമാനം നൽകാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് GST ഉദ്യോഗസ്ഥർ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്താതെ എങ്ങനെയാണ് സ്വർണ്ണ മേഖലയിൽ നിന്ന് നികുതി വരുമാനം കുറവെന്നും നികുതി വെട്ടിപ്പ് നടക്കുന്നതെന്നും ഈ ഭരണ പ്രതിപക്ഷങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയെ മോശക്കാരായി ചിത്രീകരിക്കാൻ മാത്രമാണ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത്.